ഹലോ, ഒന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലുള്ള എഗ് പപ്സ് ഉണ്ടല്ലോ. അതായത് 1 kg മൈദ ആയിട്ട് 1 kg മൈദ അരിച്ചാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് 2 സ്പൂൺ വാനില പൗഡർ ഇട്ടിട്ടുണ്ട്. ഒരു 25 ഗ്രാം പഞ്ചസാര, 10 ഗ്രാം ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വാനില പൗഡർ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചപ്പാത്തിയിലേക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ വലിച്ച് കുഴച്ചെടുക്കണം. എന്നിട്ട് കുഴച്ചിട്ട് അതിനകത്ത് നമ്മളൊരു 50 ഗ്രാം മട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിലൊക്കെ മട്ടറാണ് ചേർക്കുന്നത്. നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള 50 ഗ്രാം മട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതേപോലെ വലിച്ച് കുഴച്ചെടുക്കാം. എന്നാലും പപ്സ് നന്നായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ഭാഗം കൈമൊക്കെ വിട്ട് പോകാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം എടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ചെറുതായിട്ട് പരത്തിയാൽ മതി. അതിനകത്തോട്ട് നമ്മൾ മാജറിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കറി സ്റ്റൈലുള്ള പപ്സിന് എപ്പോഴും നമ്മൾ മാജറി തന്നെ ആയിരിക്കും കുറച്ച് നല്ലത്. ബട്ടർ ചേർത്തുള്ള പപ്സിൻ്റെ വീഡിയോസ് ഞാൻ കുറേ കണ്ടിരുന്നു. പക്ഷേ ഞാൻ മറ്റു ചേർത്തുണ്ടാക്കിയിട്ട് വേറെ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല, കിട്ടിയില്ലായിരുന്നു. പക്ഷേ മാജറിനാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാറുണ്ട്. ബേക്കറി സ്റ്റൈലുള്ള പപ്സിന് എപ്പോഴും മാജറി തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. ബേക്കറികൾ ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. അതിനുശേഷം അതും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്ന് പരത്തിയെടുത്ത് അതിനകത്തോട്ട് വീണ്ടും ഈ മാജറിൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഗോൾഡൻ പഫിൻ്റെ മാജറിനാണ് യൂസ് ചെയ്യാറ്. നല്ലതാണ്, നല്ലൊരു ടേസ്റ്റുള്ള മാജറിനാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഷീറ്റ് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ നൈസായിട്ട് പരത്തിയെടുക്കാറുള്ളൂ. പപ്സിൻ്റെ ലെയറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് ഞാൻ പരത്തിയെടുത്തിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല റെഡിയായിട്ടുള്ളത് സവാള, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ചേർത്തിട്ടാണ് മസാല റെഡിയായിട്ടുള്ളത്. മസാല റെഡിയാക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കുക. പറഞ്ഞാൽ നമ്മൾ സവാള നമ്മൾ വാട്ടുമ്പോൾ അധികം അങ്ങനെ നന്നായിട്ട് വാടിപ്പോണ്ട. ഒരു 3/4 ഭാഗം വാടിയാൽ മതി. പള്ളവയിൽ ഒരു 1/4 ഭാഗം വാടിയാൽ മതിയാവും. എന്നിട്ട് അതിനകത്ത് നമ്മുടെ മുട്ട നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മുട്ട വെച്ച് കൊടുക്കണം. നമുക്കത് മടക്കിയെടുക്കുമ്പോൾ നമ്മളൊരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ ഷീറ്റായി കഴിയുമ്പോൾ തന്നെ അതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതേപോലെ നമുക്ക് അതൊന്ന് പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. സ്പ്രേ ബോട്ടിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സ്പ്രേ ബോട്ടിൽ നമുക്ക് കണ്ടിട്ടുള്ളത് രണ്ട് സാധനം ഇപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ചെയ്തിട്ട് കൈക്ക് ചെറിയ റെസ്റ്റ് ആയിരുന്നുകൊണ്ട് കുറച്ച് ചെയ്യുന്നുണ്ടാവില്ല കണക്കുകൾ പലതാണ്. പിന്നെ കൂടുതൽ ഞാൻ മിഷനിലാണ് ചെയ്തെടുക്കാറുള്ളത്. കുറച്ചൊക്കെ ഉള്ളതെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. 2 ട്രൈലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 1 പപ്സ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതെല്ലാം നമ്മൾ ട്രൈലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് മുട്ട നമുക്ക് ഒരു മുട്ട പൊടിച്ചെടുത്ത് 4 വരച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു കളർ കിട്ടണമല്ലോ പപ്സിന്. ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും പുറത്ത് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നമുക്ക് വേണ്ടി അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടയിൽ വെച്ച് കണ്ടതാണ്. എനിക്ക് ഭംഗിയായിട്ട് തോന്നിയുണ്ട് അങ്ങനെ ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് കിട്ടുന്നത് ഇതാണ് നമ്മുടെ പപ്സ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ്. നല്ല മുരിഞ്ഞ പപ്സാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.